തൻ്റെ ഉണ്ടോ ഇയാൾക്ക് KSRTC ബസ് ഇത്രയും ആനുകൂല്യം മേടിച്ചു, ഒരു വണ്ടിയല്ലെങ്കിലും അതുകൊണ്ടൊരു ഫെയർ സ്റ്റേജ് ഈ വാഹനത്തിൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യമാണെന്ന് എഴുതി വെക്കാനുള്ള തൻ്റെ ഇടം പ്രതികരണശേഷി നഷ്ടപ്പെട്ടുകൊണ്ടല്ല, ഗതികേട് കൊണ്ടാണ്. ആ ഗതികേടിനെ മുതലെടുക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥ തലത്തിൽ വരിക എന്ന് പറഞ്ഞാൽ അവൻ്റെയൊക്കെ ചെവിക്കുറ്റിക്ക് അടിക്കണം. പിന്നെ ആ ബുദ്ധിമുട്ടുള്ളത് ഇവിടുത്തെ ചില ചീഞ്ഞ രാഷ്ട്രീയക്കാരൻ്റെ തീരുമാനമാണ്. അവൻ്റെ വിദ്യാർത്ഥി സംഘടന അവൻ്റെ രാഷ്ട്രീയം വളർന്നു നിർത്തലാണ്. കൈക്കൂലി വാങ്ങുന്നത് നിർത്തണമെന്ന് മന്ത്രി ആത്മാർത്ഥമായിട്ട് ആവശ്യപ്പെടുകയാണെങ്കിൽ 80% RTO ഓഫീസുകളിലെ കൈക്കൂലി കുറയ്ക്കാൻ ഒറ്റപ്പണി ചെയ്താൽ മതി. യാതൊരു മാനദണ്ഡവും ഇല്ലാതെ ഇതൊരു കച്ചവടമാക്കി മാറ്റിക്കൊണ്ട് ചെയ്തു പോവുക. എന്തുകൊണ്ടാണ്? RTO ഓഫീസിൽ അഴിമതിയാണ്. RTO ഓഫീസിൽ അഴിമതി നിൽക്കാൻ എന്ത് ചെയ്യണം? ഈ ഉദ്യോഗസ്ഥന്മാരെ മര്യാദയ്ക്ക് നിർത്തണം. ഇപ്പോൾ സ്കൂളൊക്കെ തുറന്ന സമയമാണ്. അപ്പോൾ നിങ്ങൾ ഈ പ്രൈവറ്റ് ബസ്സുകാർ ഇതുപോലെ ST കൊടുക്കുന്നില്ല എന്നും പറഞ്ഞ് ഒരുപാട് പരാതികളും ഇങ്ങനെ കേൾക്കുന്നുണ്ട്. MVDയും അതുപോലെ പോലീസും സർക്കാരും നിങ്ങളെ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ST കൊടുക്കാൻ പറ്റും, എന്തുകൊണ്ട് ST കൊടുക്കാൻ പറ്റുന്നില്ല? സത്യത്തിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് ST കൊടുക്കാത്തത്? ഞാനതിൽ തിരിച്ചൊരു കാര്യം ചോദിക്കുക. വിദ്യാർത്ഥികൾക്ക് ST കൊടുക്കുക എന്ന് പറഞ്ഞത് സർക്കാരിൻ്റെ ഒരു പോളിസിയിൽപ്പെട്ട കാര്യമാണ്. സർക്കാരിൻ്റെ പോളിസി നടത്തേണ്ട ആൾക്കാരാരാ? സർക്കാർ തന്നെയാണ്. അപ്പോൾ ആ സർക്കാർ ചെയ്യാത്ത കാര്യം മറ്റൊരു വ്യക്തിയെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ, ഇപ്പോൾ ഉദാഹരണം റേഷൻ കടക്കാരന് അവൻ അവിടുന്ന് ഡിപ്പോയിൽ നിന്ന് പോയി അരി എടുത്തുകൊണ്ടുവന്ന് കടയിൽ കൊടുത്ത് ആ കൊടുത്ത അരിയുടെ അളവിനനുസരിച്ച് ലിസ്റ്റ് കൊണ്ട് സർക്കാരിന് കൊടുക്കുമ്പോഴാണ് സർക്കാർ ആ പൈസ അവന് കൊടുക്കുന്നത്. അപ്പം പ്രൈവറ്റ് ബസ്സുകാരന് ST കൊടുക്കുമ്പോൾ അതിന് സർക്കാർ പ്രൈവറ്റ് ബസ്സുകാരന് എന്താ ചെയ്തു കൊടുക്കുന്നത്? ഈ പറഞ്ഞ തൊഴിയും ചവിട്ടും അടിയും മാത്രമല്ലേ ഉള്ളൂ. പിന്നെ ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു സംഭവത്തിൽ മാത്രം, യാത്രയിൽ മാത്രം കൺസെഷൻ മതിയോ? പിള്ളേരുടെ പുസ്തകത്തിന് കൺസെഷൻ വേണ്ടേ? ഞാൻ മിനിമം ഈ പറഞ്ഞ വിദ്യാർത്ഥികളുടെ കാര്യം തന്നെ ചോദിക്കുക. സ്കൂൾ ബസ് എന്ന് പറഞ്ഞൊരു സംവിധാനം ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ്സസ് എന്നും പറഞ്ഞൊരു കാറ്റഗറി ഉണ്ടെന്നുള്ളത്. അത് സർക്കാർ സ്കൂളുകൾക്ക് കൊടുത്തിരിക്കുന്ന ആനുകൂല്യമാണ്, അല്ലെങ്കിൽ സർക്കാർ പിള്ളേർക്ക് കൊടുത്തിരിക്കുന്ന ആനുകൂല്യമാണ്. ആ ആനുകൂല്യം എന്ത് ബേസിലാണ് കൊടുക്കുന്നത്? അതിന് വെറും നിസ്സാരമായ ഒരു ചെറിയ ടാക്സ് മാത്രം കൊടുത്താൽ അവർക്ക് സർവീസ് നടത്താം. ആ സ്കൂളിലെ പിള്ളേരെ കൊണ്ട് പോകാനുള്ള വാഹനമാണ്. ആ സാധനത്ത് സ്കൂളുകൾ ചെയ്യുന്നത് എന്താ? 95% ഓഫ് ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ്സസും ഉപയോഗിക്കുന്നത് അൺഎയ്ഡഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്. അവരുടെ ഒരു വലിയ വരുമാനമാണിത്. ഇതിന് ഫെയർ സ്റ്റേജോ ഇല്ല പോകുന്ന റൂട്ടോ പെർമിറ്റോ ഒന്നുമില്ല. സ്കൂൾ ബസ്സെന്ന് പേരെഴുതി വെക്കുന്നു, സ്കൂൾ ബസ് കൊടുക്കുന്നു, ഒരു സാധനവുമില്ല. സൗകര്യം പോലെ പൈസ പിരിക്കാം. സർക്കാർ എന്തുകൊണ്ടാണ് അതിന് നടപടിയെടുക്കാത്തത്? സർക്കാർ ഇന്ന് നടപടിയെടുക്കണ്ടേ? അവിടെ അവിടെ 2 തരത്തിൽ വിദ്യാർത്ഥിയെ കാണുന്നതിന് കുഴപ്പമില്ല. ICSE, CBSE, സ്റ്റേറ്റ്, ഇങ്ങനെ നിൽപ്പുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അവിടെ തിരിച്ചു വ്യത്യാസം കാണിക്കുന്നു. പിന്നെ എന്താണ്? ആ കുട്ടികൾക്ക് ആനുകൂല്യമില്ല. അവിടുത്തെ സ്കൂളിലെ ഒരു കാര്യത്തിനും ഒരിതുമില്ല. പിന്നെ ആ കുട്ടികൾക്ക് പ്രൈവറ്റ് ബസ്സിൽ കയറുമ്പം ST കൊടുക്കണമെന്ന് പറയുന്നതിന് എന്താണ് ലോജിക്ക്? പിന്നെ 27 വയസ്സ് വരെ ST കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ. ST കൊടുക്കുന്ന കാർഡ് ഇഷ്യൂ ചെയ്യുന്നൊരു ഉദ്യോഗസ്ഥൻ, അവന് കോട്ടയം ജില്ലയായത്, കോട്ടയത്ത് RTO വേണം ഇതിൻ്റെ നിർദ്ദേശം കൊടുക്കാൻ. ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷന് അപ്രൂവലുണ്ട്, ആ ഇൻസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന വിദ്യാർത്ഥികളെ പറ്റുള്ളൂ. അല്ലാതെ ഒരാൾക്ക് ഒരു RTOയോ ആരെങ്കിലും ഇഷ്യൂ ചെയ്താൽ എന്ത് നടപടിയെടുക്കും? 100 കണക്കിന് ഇത് ഞാൻ കാണിച്ചു തരാം. കാരണം അത് യാതൊരു മാനദണ്ഡവും ഇല്ലാതെ ഇതൊരു കച്ചവടമാക്കി മാറ്റിക്കൊണ്ട് ചെയ്തു പോവുക. എന്തുകൊണ്ടാണ്? RTO ഓഫീസിൽ അഴിമതിയാണ്. RTO ഓഫീസിൽ അഴിമതി നിൽക്കാൻ എന്ത് ചെയ്യണം? ഈ ഉദ്യോഗസ്ഥന്മാരെ മര്യാദയ്ക്ക് നിർത്തണം. ഈ RTO ഓഫീസിൽ ഇങ്ങനെ ഒരുപാട് അഴിമതി നടക്കുന്നുണ്ട് എന്ന് ഞാൻ കേൾക്കുന്നുണ്ട്. അത് എത്രത്തോളം ഉണ്ടെന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇവരെല്ലാവരും കൈക്കൂലി വാങ്ങിക്കുന്നുണ്ട്. MVD ഉദ്യോഗസ്ഥന്മാരെ കൈക്കൂലി വാങ്ങിക്കുന്നുണ്ട്. ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകുമ്പോൾ കൈക്കൂലി വാങ്ങിക്കുന്നുണ്ട്. ആ ടെസ്റ്റിന് പോകുമ്പോഴെന്ന് പറഞ്ഞാൽ അത് ഡ്രൈവിംഗ് ടെസ്റ്റ് എന്നല്ല, വണ്ടിയുടെ ടെസ്റ്റിന് പോകുമ്പോഴും ഇത് തന്നെയല്ലേ സ്ഥിതി. ഒരു വണ്ടിയുടെ ടെസ്റ്റിന് ചെല്ലുമ്പോൾ ഇവർ ചില മാനദണ്ഡങ്ങൾ പറയുകയാണ്. അപ്പോൾ അത് നമ്മൾ അപ്രൂവ് ചെയ്യണം. സർക്കാർ വണ്ടികൾക്ക് അത് വേണ്ട. സർക്കാർ വണ്ടികൾക്ക് ഇതൊന്നും വേണ്ട, സൗകര്യം പോലെ ചെയ്യാം.
അപ്പോൾ 2 നിയമമുണ്ടോ ഇവിടെ? നിയമം ഒന്നല്ലേ ഉള്ളൂ. നിയമം ഒന്നേ ഉള്ളൂ. പക്ഷേ നിങ്ങളുടെ താരത്തിലും ആരെങ്കിലും കൈക്കൂലി ചോദിച്ചോണ്ടേ? അതിൽ MVD ഉദ്യോഗസ്ഥനോ? കൈക്കൂലി അല്ലല്ലോ. നമ്മുടെ കാര്യം ചെയ്ത് തരികയില്ല. നമ്മുടെ കാര്യം ചെയ്തു തരില്ല. അത് ഞാൻ ചെയ്യില്ല. എന്ത് ചെയ്യില്ല? കാരണം അവർക്ക് നമ്മളോടുള്ള ധാർഷ്ട്യം. നമ്മൾ ബസ്സുകാരൻ എന്ന് പറഞ്ഞാൽ അവനെ ഒരു ഭിക്ഷക്കാരൻ എന്നുള്ള ലെവലിൽ കൂടുതൽ ഇവർ കാണുന്നില്ല. മോട്ടോർ വാഹന വകുപ്പ് ഒരു ഭിക്ഷക്കാരൻ. പക്ഷേ അവൻ ഭിക്ഷ എടുത്ത് കൊണ്ടുവന്ന് കൊടുക്കുന്നത് ഇവന് തന്നെ വേണം താനും. ഇവനെ ഈ പറഞ്ഞ കിമ്പളമായിട്ടും കുമ്പളമായിട്ടും മേടിച്ച് കൊണ്ടുപോകുന്നത് ഇത് തന്നെയാണ്. പക്ഷേ ഇത് നമ്മൾ ചോദിക്കാൻ പാടില്ല, അവരോട് തിരിച്ച് ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലുത്. പുതിയ നമ്മളെ ഗതാഗത മന്ത്രി എന്നെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം കൈക്കൂലി വാങ്ങിക്കണത് നിർത്തണമെന്ന്. കൈക്കൂലി വാങ്ങുന്നത് നിർത്തണമെന്ന് മന്ത്രി ആത്മാർത്ഥമായിട്ട് ആവശ്യപ്പെടുകയാണെങ്കിൽ 80% RT ഓഫീസുകളിലെ കൈക്കൂലി കുറയ്ക്കാൻ ഒറ്റപ്പണി ചെയ്താൽ മതി. ഇവിടെ ഈ പ്രൈവറ്റ് ബസ്സുകളും അതിനോടനുബന്ധിച്ചുള്ള ഫയലുകളും ഓരോ ഓഫീസിലാക്കുക. ഇപ്പം കേരളത്തിൽ മുഴുവൻ കോടതിയുണ്ട്. ഹൈക്കോടതി ഇരിക്കുന്നത് കൊച്ചിയിലാണ്. കേരളത്തിൽ മുഴുവൻ RT ഓഫീസുകളുണ്ട്. അതിൻ്റെ മെയിൻ ഓഫീസ് തിരുവനന്തപുരത്താണ്. അപ്പോൾ അത് കാസർഗോഡുള്ളവർക്ക് ഇങ്ങോട്ട് വരുന്നതിനൊരു ബുദ്ധിമുട്ടുണ്ട്. എറണാകുളത്ത് വെക്കട്ടെ, ഒരൊറ്റ ഓഫീസിൽ സ്റ്റേജ് കാരേജ് പെർമിറ്റുകൾ മുഴുവൻ ഒറ്റ ഓഫീസിൽ നിന്ന് കൈകാര്യം ചെയ്യുന്ന ഒരു രീതി വരട്ടെ. അന്നേരം കാണാം അഴിമതി നിൽക്കുമെന്നുണ്ട്. ബസ്സുകാരൻ RT ഓഫീസിൽ കയറുന്നില്ലെങ്കിൽ അവിടെ അഴിമതി 80% അഴിമതി തീർന്നു. അതാണ് അതിൻ്റെ സത്യം. കാരണം അവൻ വണ്ടി ടെസ്റ്റ് ചെയ്യാൻ ചെല്ലുമ്പോൾ പൈസ കൊടുക്കണം, അവന് വണ്ടിയുടെ ഏതെങ്കിലും ഒരു പേപ്പർ നീക്കണേ പൈസ കൊടുക്കണം. ഇതെല്ലാത്തിനും ഓരോ കാര്യത്തിനും ഓരോ കടമ്പയ്ക്കും പൈസ കൊടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ഈ ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ കണ്ടീഷൻ, അതിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ നോക്കിയാണ് ടെസ്റ്റ് ചെയ്യണത്. ഇതുപോലെ തന്നെ ഇപ്പോൾ ഒരു വാർത്ത കേട്ടിട്ടുണ്ട്, സ്കൂൾ ബസ് ഇതുപോലെ കത്തി. അത് ഈ MVD ഉദ്യോഗസ്ഥർ ടെസ്റ്റ് കഴിഞ്ഞ് പോയൊരു വണ്ടി, അല്ലെങ്കിൽ അത് പരിശോധന കഴിഞ്ഞ് പോയ കുട്ടികളെ കയറ്റാനുള്ളൊരു വണ്ടിയാണ്. അത് ഇപ്പം കത്തി കുട്ടികൾ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. അതെ, അതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഞാൻ ചോദിക്കട്ടെ, ഇവര് ഇന്നോ ഇന്നലെയല്ല, ഈ ഇപ്പം മെയ് 15 മുതൽ ഏകദേശം ഉദ്യോഗസ്ഥന്മാർ വണ്ടിയെല്ലാം ഭയങ്കര ചെക്കിങ്, വണ്ടി അങ്ങനെ ഉണ്ടോ ഇങ്ങനെയുണ്ടോ അതുണ്ടോ ഇതുണ്ടോ എന്നെല്ലാം ഭയങ്കര നോട്ടവും ഭയങ്കര, കാരണം ഇതെല്ലാം വീഡിയോ എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പം ഇതൊരു പ്രഹസനം മാത്രമാണ്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, സ്പീഡ് ഗവർണർ എന്ന് പറഞ്ഞാൽ 2003 കാലത്ത് ഇംപ്ലിമെൻ്റ് ചെയ്തു. അത് നീട്ടി 2006 കാലത്ത് നടപടിയിലാക്കി. സ്പീഡ് ഗവർണർ വേണം. ആ നിയമം കൊണ്ടുവന്നതിന് ശേഷം ഒരു 2018 മുതലാണ് GPS പിടിപ്പിക്കണം. പ്രൈവറ്റ് ബസ്സുകാരൻ്റെ അവസ്ഥ എന്താണെന്നറിയോ? ഈ GPS പിടിപ്പിക്കണം, ഈ സ്പീഡ് ഗവർണറും വേണം. ഈ സ്പീഡ് ഗവർണറിൻ്റെ മറ്റൊരു വേർഷനാണ് GPS പറഞ്ഞത്. അപ്പോൾ അവൻ ഓവർ സ്പീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ പീനലുമില്ല. അത് നോക്കാനുള്ള സംവിധാനം RTOയ്ക്ക് കൂടെ വേണ്ടേ? അത് ചെയ്യാതെ എല്ലാവരോടും GPS പിടിപ്പിച്ചു. GPS പിടിപ്പിക്കുന്നു, 2 വർഷത്തേക്ക് ഫിറ്റ്നസ് എടുക്കുന്നു. ഈ GPS-ൻ്റെ ഇത് വർഷമാണ് പുതുക്കേണ്ടത്, ഫീസ് അടയ്ക്കുന്നത്. അല്ലെങ്കിൽ ഫീസല്ല, അതിൻ്റെ ചാർജസ് അടയ്ക്കേണ്ടത്. ഒരൊറ്റ വണ്ടിയിലും അത് കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ടോ? ഒന്നുമില്ല. കാരണം എന്നാ, പിന്നെ അടുത്ത CF-ന് ചെല്ലുമ്പോൾ കണ്ടാൽ മതി. എന്നാൽ പിന്നെ ഞാൻ ചോദിക്കുന്നത്, ആ കാശ് കൂടെ ആ MVDക്കും കൊടുത്തേക്കാം, വിട്ടേരെ. കാരണം ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? അവൻ എന്ന് പറഞ്ഞ പോലെ സ്കൂൾ ബസ്സുകൾ ആദ്യം അതിന് പെർമിറ്റ് ഉണ്ടാകട്ടെ, അതിന് റൂട്ടുണ്ടാകട്ടെ. ഈ പോകുന്ന റൂട്ടിലുള്ള പിള്ളേരെ ആ സ്കൂൾ ബസ്സിൽ കയറ്റിക്കൊണ്ട് പോകണമെന്നുള്ള നിർബന്ധമാക്കണം. പിന്നെ സ്കൂൾ ബസ് എന്ന് പറഞ്ഞ് സ്കൂൾ ബസ്സിന് ഈ ടാക്സ് ഫ്രീ കൊടുത്ത് സ്കൂൾ ബസ്സുകൾ AC ബസ്സുകൾ ഓടുന്നുണ്ട്. എറണാകുളത്ത് പോലെ ഞാൻ കാണിച്ചു തരാം. AC സ്കൂൾ ബസ്സുകളാണ്. ഞാൻ ചോദിക്കട്ടെ, സർക്കാരിൻ്റെ ആനുകൂല്യം മേടിച്ചിട്ടല്ലേ ഈ അൺഎയ്ഡഡ് സ്കൂളുകാരനത് ചെയ്യുന്നത്? കാരണം അവന് ഫീസ് ഒരു വർഷത്തേക്ക് ഒരു 10 ലക്ഷം രൂപ ഫീസ് മേടിക്കും. കാശുള്ളവൻ്റെ പിള്ളേരാണ് പഠിക്കുന്നത്. കാശുള്ളവൻ്റെ പിള്ളേർക്ക് സർക്കാർ അത് കൊടുക്കേണ്ട കാര്യമില്ല. അവൻ ഫീസ് കൊടുത്ത് പഠിക്കുന്നുണ്ട്, ആ വണ്ടിയിലും കയറി പൊക്കോളും. എന്നിട്ട് അതിന് ഈ പ്രൈവറ്റ് ബസ്സുകാരോട് മാത്രം മുക്രയിടാൻ വേണ്ടി പറയരുത്. കാരണം അവർ KSRTC എല്ലാത്തിനും എന്ന് പറഞ്ഞാൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഫ്രീ യാത്ര പറഞ്ഞിട്ട്, ഇങ്ങനെ തന്നെ പറയാം, ഫ്രീ യാത്ര പറഞ്ഞിട്ട് അവർ ടാക്സ് എക്സംഷൻ 2026 വരെ മേടിച്ചിട്ടുണ്ട്. 2026 വരെ ഒറ്റ KSRTC ബസ്സിന് ടാക്സ് അടയ്ക്കണ്ട, അത് സ്വിഫ്റ്റിന് ഉൾപ്പെടെ. അത് പഴയ ബിജു പ്രഭാകർ ഉണ്ടാക്കി വെച്ച നിയമമാണ്. ആ ഇതുണ്ടാക്കി വെച്ചിട്ട് ആനുകൂല്യം മേടിച്ചിട്ട് ഈ കഴിഞ്ഞ ദിവസം ഏതൊരു ഒരു കളക്ടർ പറഞ്ഞിരിക്കുന്നു, വിദ്യാർത്ഥികളോട് വാങ്ങുന്ന കൺസെഷൻ്റെ തുക എത്രയാണോ അത് പ്രൈവറ്റ് ബസ്സിൽ സൈഡിൽ എഴുതണം. തൻ്റെ ഉണ്ടോ ഇയാൾക്ക്
KSRTC ബസ് ഇത്രയും ആനുകൂല്യം മേടിച്ചു. ഒരു വണ്ടിയല്ലെങ്കിലും അതുകൊണ്ടൊരു ഫെയർ സ്റ്റേജ് ഈ വാഹനത്തിൽ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യമാണെന്ന് എഴുതി വെക്കാനുള്ള തൻ്റെ ഇടം അത് ഏത് കളക്ടറാണേലും. അവൻ IAS കിട്ടിയിട്ടില്ല, അവന് ഇന്ത്യൻ അടുക്കള സർവീസായിട്ട് ഞാൻ പറയുള്ളൂ അവനെയൊക്കെ. കാരണം പ്രൈവറ്റ് ബസ്സുകാരൻ്റെ മുതുകത്ത് കുതിര കയറുമ്പം അത് അവന് വലിയൊരു ആവേശമാണ്. അത് കാരണം തിരിച്ചാരും ചോദിക്കാൻ പറ്റില്ലല്ലോ. ഇത് ഞാനാ പറഞ്ഞത്, റോബിൻ ഗിരീഷാണ് ചോദിച്ചത്. ഇവനെ പ്രൈവറ്റ് ബസ്സിൽ എഴുതി വെക്കണമെന്ന് പറയുന്നത്, പ്രൈവറ്റ് ബസ്സിൽ പൈസ കൊടുക്കണമല്ലോ, ഇനി 10 പൈസ ഉള്ളതിനും കൊടുക്കണമല്ലോ. 10 പൈസ പോലും ഇല്ലാതെ +2 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യിപ്പിച്ചോളാമെന്ന് കൃത്യമായി പറഞ്ഞിട്ടാണ് സർക്കാർ ആനുകൂല്യം മേടിച്ചത്, ടാക്സ് എക്സംഷൻ. ഞാൻ എൻ്റെ ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഞാൻ തരാം. അതും പ്രകാരം മേടിച്ചിട്ട് ഒരൊറ്റ ഓർഡിനറി ബസ്സിലേലും എഴുതി വെക്കാൻ ഈ പറഞ്ഞ ഈ ഉത്തരവിട്ട കളക്ടർ ഏതോ ഒരു കളക്ടർ കേരളത്തിലെ ചെയ്തതാണ്. കളക്ടർക്ക് തൻ്റെ ഇടമുണ്ടോ ഈ വാഹനത്തിൽ +2 വരെയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും? കാരണം അൺഎയ്ഡഡ് എയ്ഡഡ് എല്ലാം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. കൺസെഷൻ കൊടുക്കുമോ? കൺസെഷൻ അല്ല, ഫ്രീ യാത്ര കൊടുക്കുമോ? പ്രൈവറ്റ് ബസ്സുകാരൻ്റെ മാത്രം മുതുകത്ത് കയറി പഠിക്കരുത്. കാരണം അവർ പ്രതികരിക്കാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പ്രതികരണശേഷി നഷ്ടപ്പെട്ടതുകൊണ്ടല്ല, ഗതികേട് കൊണ്ടാണ്. ആ ഗതികേടിനെ മുതലെടുക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥ തലത്തിൽ വരിക എന്ന് പറഞ്ഞാൽ അവൻ്റെയൊക്കെ ചെവിക്കുറ്റിക്കടിക്കണം. അതാണ് എൻ്റെ മറുപടി. അങ്ങനെ അവർ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ പ്രൈവറ്റ് ബസ്സുകാർ ഇതിന് എന്തെങ്കിലും കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൺസെഷൻ അത് എന്തെങ്കിലും ചേഞ്ച് കൊണ്ടുവരുമോ? ഞങ്ങൾക്ക് ഈ പറഞ്ഞ KSRTCക്ക് കൊടുത്ത ആനുകൂല്യം ഞങ്ങൾക്ക് തന്നു നോക്കട്ടെ. ഞങ്ങൾ ചോദിക്കുന്ന ആനുകൂല്യമായിട്ട് ചോദിക്കുന്നില്ല. ഈ അൺഎയ്ഡഡ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ കൺസെഷൻ 5 രൂപ എന്ന് പറഞ്ഞാൽ 10 രൂപ മിനിമം ഉള്ളിടത്ത് 50% ആക്ക് 5 രൂപ ആക്കിയാൽ ഞങ്ങൾ പറയുന്നത് എന്താണെന്നറിയോ? ഇപ്പോൾ 10 രൂപയ്ക്ക് ഓടുന്ന റൂട്ട് ഞങ്ങൾക്ക് 5 രൂപയ്ക്ക് ഓടാൻ പറ്റും മിനിമം ചാർജ്. അല്ല, അതല്ല ചോദ്യം. അതായത് ഇപ്പം ഈ സർക്കാരിന് കൊടുത്തൊരു ടാക്സ് ഫ്രീ ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുട്ടികളുടെ അല്ലെങ്കിൽ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ നിങ്ങൾക്ക് സൗജന്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? സംശയമായിരിക്കുന്നേ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴും അതൊക്കെ തന്നെ സൗജന്യം എന്ന് പറഞ്ഞാൽ ഒരു ട്രിപ്പിന്. ഇപ്പോൾ ഉദാഹരണം ഞാൻ ഇപ്പോൾ പെട്ടെന്ന് പറയാം, ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി റൂട്ടിൽ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് കൃത്യം 2.5 കിലോമീറ്ററേ ഉള്ളൂ ഫസ്റ്റ് ഫെയർ സ്റ്റേജ്. 2.5 കിലോമീറ്റർ 10 രൂപ ടിക്കറ്റാണ്. ആ ടിക്കറ്റിൻ്റെ യാത്ര അതിന് ശേഷം 16 കിലോമീറ്റർ വണ്ടി ഓടണം. 14 കിലോമീറ്റർ കൂടെ ആ വണ്ടി ഓടുമ്പം വണ്ടി കാഞ്ഞിരപ്പള്ളി സ്റ്റാൻഡിൽ നിന്ന് എടുക്കുമ്പം 100ഉം 120ഉം പിള്ളേരാണ് ഈ വണ്ടിയിൽ നിൽക്കുന്നത്. എങ്ങോട്ടാണ്? ഈ 2.5 കിലോമീറ്റർ ദൂരത്തേക്ക്. ആ സ്കൂളിന് 1ഉം 2ഉം വണ്ടിയല്ല സ്കൂൾ ബസ് ഉള്ളത്, 26 എണ്ണമാണ്. 26 വണ്ടി സ്കൂൾ ബസ് ഉണ്ടായിട്ട് അകത്തെ പിള്ളേരെ കയറ്റുകയില്ല. എന്ത്? കാരണം ആ 2.5 കിലോമീറ്റർ യാത്ര ചെയ്യണമെങ്കിൽ ആ വിദ്യാർത്ഥികൾ ഓരോരുത്തരും മാസം 3000 രൂപ വെച്ച് കൊടുക്കണം. ആ 3000 തരേണ്ട 1500 രൂപ വെച്ച് ഞങ്ങൾക്ക് തന്നാൽ മതി. ഞങ്ങൾ പിള്ളേരെ ചുമന്ന് കൊണ്ടുപോയി വിടും, അല്ലെങ്കിൽ എക്സ്ട്രാ സർവീസ് കൊണ്ടുപോയിട്ടിട്ട് ഞങ്ങൾ കൊണ്ടുപോകും. കാരണം ഒരു കാര്യം ഓർക്കണം, കണ്ണടച്ച് ഇരുട്ടാക്കുന്ന സർക്കാർ നടപടി, കുറേ ഉദ്യോഗസ്ഥ നടപടി, അത് കാരണം നിവൃത്തികേട് കൊണ്ട് വിഴുങ്ങുന്ന കുറച്ച് പ്രൈവറ്റ് ബസ്സുകാരുണ്ട്. പ്രതികരിച്ചു തുടങ്ങി തന്നെ പറയുക. കാരണം ഇത് പ്രൈവറ്റ് ബസ്സുകാർ എന്നിത് ഏറ്റെടുത്താൽ ഞാൻ ഉറപ്പായിട്ട് പറയുന്നു, ഇതിന് ഞാനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ വിടുള്ളൂ. ഈ ഉദ്യോഗസ്ഥർ നന്നായി കഴിഞ്ഞാൽ ഇതിനൊക്കെ മാറ്റം വരുമോ? 100% ഉദ്യോഗസ്ഥർ നന്നായാൽ ഇതിന് മാറ്റം വരും. കാരണം നല്ല തീരുമാനങ്ങൾ പറയാനും പ്രവർത്തിക്കാനും അത് എഴുതി കൊടുക്കാനും ഈ ഉദ്യോഗസ്ഥന്മാർക്കാണ് സാധിക്കുന്നത്. അത് മന്ത്രിയെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആ പറഞ്ഞ് മനസ്സിലാക്കിയാൽ ഇതെല്ലാം എത്രയോ ഭംഗിയായിട്ട് പോകും. ഇവിടെ സംരംഭം തുടങ്ങാമെന്ന് ഞാൻ തെളിയിച്ചല്ലോ. ഞാൻ ഇപ്പോഴും പറയുക, എൻ്റെ പിന്നിൽ അണി നിരന്നാൽ ഞാൻ 100%, അത് ഈ പ്രൈവറ്റ് ബസ്സുകാരുടെ പറയുന്നത്. ഞാൻ പറയുന്നത് ഈ വിദ്യാർത്ഥികളുടെ കൺസെഷൻ്റെ കാര്യം നമ്മുടെ ബസ്സിൽ എഴുതി വെക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടെങ്കിൽ, ഫെയർ എഴുതി വെക്കേണ്ട സ്ഥിതി ഉണ്ടെങ്കിൽ ഈ നാട്ടിലോടുന്ന ഓരോ KSRTCയിലും ഇത് സൗജന്യ യാത്രയാണെന്ന് എഴുതി വെപ്പിക്കണം. കാരണം പിള്ളേർ പലയിടത്തും പറയുന്നുണ്ട്, പിന്നെ അങ്ങനെ കിട്ടുമോന്നാണ് ചോദിക്കുന്നത്. കാരണം അവർക്കറിയില്ല. ആ അറിവിനെ ചൂഷണം ചെയ്ത് ഇവന്മാർ KSRTCക്കാർ ഫുൾ ടിക്കറ്റ് എടുപ്പിച്ചാൽ പിള്ളേരെ വിടുന്നത്. എൻ്റെ കുട്ടികളോട് മേടിച്ചതാണ്. അതുകൊണ്ടാണ് ഞാനിത് തൻ്റെ അടുത്തോടെ പറയുന്നത്. കാരണം ഫാസ്റ്റോ സൂപ്പർ ഫാസ്റ്റോ ഏത് കാറ്റഗറി ആണെങ്കിലും ആ ബസ്സിലെ ഫെയർ എത്രയാണോ അതിൻ്റെ പകുതി ആയിരിക്കണം റേറ്റ് എന്നാണ് ഞാൻ പറയുന്നുള്ളൂ. ഏറ്റവും കറക്റ്റായ കാര്യമാണ്. കാരണം ഇപ്പം അതൊന്നും പിള്ളേർക്കോ കാരണന്മാർക്കൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. പിന്നെ ആ ബുദ്ധിമുട്ടുള്ളത് ഇവിടുത്തെ ചില ചീഞ്ഞ രാഷ്ട്രീയക്കാരൻ്റെ തീരുമാനമാണ്.
അവൻ്റെ വിദ്യാർത്ഥി സംഘടന അവൻ്റെ രാഷ്ട്രീയം വളക്ക് നിർത്തല. അതിപ്പം ഇടതാണെങ്കിലും വലതാണെങ്കിലും നടുക്കമുള്ളതാണെങ്കിലും ഏതാണെങ്കിലും കണക്ക് തന്നെയാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ പറയാതിരിക്കാൻ വരും. നിങ്ങൾ ഒരാൾ ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ അങ്ങ് ശരിയാക്കി എടുക്കാം എന്നൊരിതുണ്ടോ? പൊതുജനം, ഇത് കേൾക്കുന്ന പൊതുജനം ഒരാളെങ്കിലും തിരിച്ച് ചിന്തിച്ചാൽ അതെൻ്റെ വിജയമാണ്.